ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഡേറ്റ് ഒക്ടോബർ 30. ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് പുട്ട് ഓപ്ഷനിലാണ്. അപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഒരു 100% കോൺഫിഡൻറ്റോട് കൂടി എടുക്കുന്ന ഒരു ട്രേഡാണ്. സോ ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റീസണാണ്. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് എടുക്കേണ്ടെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്ന സമയത്ത് ഒരു കോൺഫിഡൻറ്റ് അവിടെ കിട്ടി. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മാർക്കറ്റ് ട്രെൻഡ് തന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആയിരിക്കും, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. പക്ഷേ ഇന്ന് നേരെ മറിച്ച് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നുകൊണ്ട് തന്നെ ഓൾറെഡി ബൈ ചെയ്തിരിക്കുന്ന ബയേഴ്സൊക്കെ ഒന്ന് ട്രബിൾ ആയിട്ടുണ്ടാവും, റൈറ്റ്. പിന്നെ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വരുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് അവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഓൾറെഡി ബയേഴ്സ് കോൺഫിഡൻറ്റ് കുറയും ആൻഡ് സെല്ലേഴ്സിൻ്റെ കോൺഫിഡൻറ്റ് അവിടെ കൂടും. സോ സെല്ലേഴ്സ് അഗ്രസീവ്ലി ഇവിടുന്ന് പൊസിഷൻ എടുത്ത് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകും, റൈറ്റ്. അപ്പോൾ നിങ്ങൾ പഴയ ചാർട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സെനാരിയിൽ എങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നതെന്നൊക്കെ. ഓക്കെ, സോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ് ലെവലിൻ്റെ മുകളിലോട്ടൊക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസത്തെ ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യും, റൈറ്റ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഈ ട്രേഡ് എന്തായാലും പ്രോഫിറ്റിൽ തന്നെയാണ്. സോ കഴിഞ്ഞ 2 ദിവസം എൻ്റെ ട്രേഡ് നഷ്ടമായിരുന്നു, പക്ഷേ ഇന്ത വാട്ടി മിസ്സാകും. സോ ഹൈ കോൺഫിഡൻറ്റ് തന്നെയാണുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്കറിയാം മാർക്കറ്റിനെ മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. സോ ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ ഡേ ലോൺ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത് നോക്കിയിട്ട് അവിടെ എത്തുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു ടാർഗറ്റ് പ്രീമിയത്തിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ ട്രേഡ് എടുത്തു കഴിഞ്ഞ് നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്, നിയർലി ഒരു 50 പോയിൻ്റ്. അപ്പോൾ ഇതൊരു വിന്നിങ് ട്രേഡാണ്. അപ്പോൾ എന്തായാലും ഹോൾഡ് ചെയ്യാം. ഡേ ലോ ഒന്ന് ബ്രേക്ക് ഡൗൺ നടക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് വളരെ ഒരു ടാർഗറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് മേ ബി അഗൈൻ പുതിയ സെല്ലേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നമുക്ക് ആ ഒരു ബ്രേക്ക് ഡൗൺ ഇനഫാണ്. ആ ഒരു ബ്രേക്ക് ഡൗണിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഈസിലി ഒരു 100 പോയിൻ്റ് എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ ഈ സെല്ലിങ് വരുന്ന സമയത്ത് അഗൈൻ പുതിയ സെല്ലേഴ്സ് ആഡ് ചെയ്യും, മാർക്കറ്റിനെ വീണ്ടും താഴോട്ട് കൊണ്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ എത്തട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു ലെവലിൽ നിന്ന് എങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈ ചെയ്ത ബയേഴ്സ് അഗെയിൻ ട്രബിൾ ആയിട്ടുണ്ട്. അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞു വന്നിട്ടുണ്ടാവും. ആൻഡ് നിഫ്റ്റി ഓൾസോ നല്ലൊരു ഹ്യൂജ് സെല്ലിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈ ചാൻസ് ആണ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി. സോ വെയിറ്റിംഗ്. ഓക്കെ കിഡ്സ്, അപ്പോൾ ഡേ ലോ ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടുണ്ട്. ആൻഡ് പ്രീമിയത്തിൻ്റെ ആ ഒരു ഹൈ പോയിൻ്റ് വരെ എത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് അത്യാവശ്യം റണ്ണിങ്ങിലാണ്. ആ ഒരു പ്രീമിയത്തിൻ്റെ ഇന്നത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി ഒരു സ്പൈക്ക് കൂടി വരാം. ഒന്നുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു സെല്ലിംഗ് ആണ് നടക്കുന്നത്. ടാർഗറ്റ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇവിടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ്ലി സെല്ലിംഗ് നടക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിൻ്റെ ഡേ ലോ ബ്രേക്ക് ഡൗൺ നടത്തി. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഒരുപാട് ട്രേഡേഴ്സ്, അതായത് എസ്പെഷ്യലി റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ കൂടി കയറി സെല്ലിംഗ് പൊസിഷൻ എടുക്കും. എല്ലാവരും സെല്ലിംഗ് പൊസിഷൻ എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സിൽ വരും. കാരണം ഈ പറയുന്ന റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ അവർ ഒരുപാട് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഓവർ അനാലിസിസ് നടത്തി അവർ ആദ്യത്തെ മൂവ്മെൻറ്റിൽ നിന്നും ട്രേഡ് എടുക്കില്ല. പിന്നീട് ഡേ ലോയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു ട്രേഡ് എടുക്കുക എന്ന് വിചാരിക്കുന്നത്. അവരെന്തായാലും ഇവിടെ നല്ല സെല്ലിംഗ് ആണല്ലോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് സെല്ലിംഗ് എടുക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളെ പോലുള്ള ഞാൻ പൊസിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ലെവലിൽ നിന്നായിരിക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓൾറെഡി സെല്ലിംഗ് പൊസിഷൻ എടുത്ത് എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എക്സാക്ട്ലി പ്രൈസ് അവിടെ നിന്ന് റിവേഴ്സിൽ വരും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒരു ക്യാരക്ടർ. അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 to 3 ഇയർ ചാർട്ടുകൾ എടുത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഡേ ലോ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്, എവിടെയൊക്കെ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. ഓക്കെ, എപ്പോഴും നമ്മൾ പുതിയ ചാർട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ തിയറിറ്റിക്കലി പഠിച്ച കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഏർലി ഒരു 120 പോയിൻറ്റിനടുത്ത്. ഓക്കെ, എന്തായാലും നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഇനി വേറെ ട്രേഡില്ല. ആൻഡ് ഈ മാസം ഇനിയിട്ട് വേറെ ട്രേഡില്ല. എൻ്റെ അടുത്ത് ഇവിടെ എക്സിറ്റ് ചെയ്ത് ഇവിടെ. ഓക്കെ, അപ്പോൾ നാളെയോ മറ്റന്നാളോ ഞാൻ ഈ മാസത്തെ P&L ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.